മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും അപകടകരമായ സാഹസിക ഡ്രൈവിംഗ്. ഓട്ടത്തിനിടെ കാറിന്റെ വിൻഡോയിലൂടെ തല പുറത്തിട്ടായിരുന്നു അപകടയാത്ര. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള വാഹനത്തിന്റെ ഉടമ കോഴിക്കോട് സ്വദേശിയാണ്. വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ബൈസൺ വാലി സ്വദേശി ഓടിച്ച വാഹനത്തിൽ യുവതിയും യുവാവും സമാനമായ രീതിയിൽ യാത്ര ചെയ്തിരുന്നു. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ഈ സാഹസിക യാത്രികരുടെ വാർത്തകളൊക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ഓരോ വിഷയങ്ങളിലും നടപടി ഉണ്ടായാലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. എന്താണ് പുതിയ സംഭവം? ഈ വീഡിയോ ഇന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 4 തീയതി സമാനമായ ഒരു സാഹചര്യം ഇതേ ഗ്യാപ്പ് റോഡിൽ ഉണ്ടാവുകയായിരുന്നു. ബൈസൺ വാലി സ്വദേശി ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് 2 പേർ പുറകിലത്തെ ഡോറിന്റെ സീറ്റിൽ നിന്ന് ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് ശരീരമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്ന് വലിയ അപകടമായ രീതിയിലാണ് മറ്റു വാഹനങ്ങൾക്കൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് സമാനമായ രീതിയിൽ ഒരാൾ പുറകിലത്തെ വിൻഡോയിലൂടെ പുറത്തേക്ക് നിന്ന് ഒപ്പം ഈ ഒരിടത്തും പിടിക്കാതെ ഇന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതിയിലുള്ളതാണ് ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ ഗ്യാപ്പ് റോഡിലടക്കം മൂന്നാറിലെ പാതകളിലൂടെയൊക്കെ വാഹനം ഓടിക്കുന്ന പതിവ് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്നവരൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും ഈ ഗ്ലാസ് വിൻഡോയിലൂടെയൊക്കെ ശരീരമൊക്കെ പുറത്തേക്ക് ഇട്ടൊക്കെയും ഒപ്പം അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയും കൃത്യമായ മറ്റു വാഹനങ്ങൾക്കൊക്കെ അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പതിവായി ഈ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വിനോദസഞ്ചാരികളായി എത്തുന്നവർ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ഗതാഗത വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു. ഈ ഡ്രൈവറിന് അന്നത്തെ ബൈസൺ വാലി സ്വദേശിയായ ഡ്രൈവറിന്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം അന്ന് സഹയാത്രികർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കുന്ന അടക്കമുള്ള ഇതിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സമാനമായ ഒരു ഇടപെടൽ ഈ കേസിലും ഈ സംഭവത്തിലും ഉണ്ടാകുമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്ത് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇവർക്കെതിരെ സ്വീകരിക്കാൻ പോകുന്ന നടപടി? കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രിൻസ്? ഭവ്യ, കഴിഞ്ഞ ദിവസം എന്തായാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള നടപടിയാണ് ഗതാഗത വകുപ്പ് സ്വീകരിച്ചത്. സമാനമായ ഒരു നടപടി ഇത്തരത്തിലും ഈ തവണയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ തവണയും പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും മറ്റു വാഹനങ്ങൾ കൂടി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത്. കൃത്യമായ ഒരു പാതയിലൂടെ വാഹനം പോകേണ്ട ഏത് വശത്തേക്കാണ് പോകുന്നത് ആ വശത്തേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാതെ ഇരുവശത്തേക്ക് മാറിയും പുറകിൽ നിന്ന് വരുന്നതും മുൻപിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കുമൊക്കെ അപകട സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ വാഹനം ഓടിച്ചു വരുന്നത്. സമാനമായ രീതിയിൽ ഇന്നും ആ വാഹനം ഓടിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ വീഡിയോയിലും ദൃശ്യമാകുന്നത്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ ഡ്രൈവറിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം ഉള്ള നടപടി ഉണ്ടാകും. ഒപ്പം സഹയാത്രികർക്കും ഒക്കെ ശിക്ഷ ഉണ്ടാകുന്ന തലത്തിലേക്ക് അവർക്ക് മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്ന തരത്തിൽ ഗതാഗത നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം പോലീസും കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒപ്പം ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡ് ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകണമെന്നൊരു ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം വിനോദസഞ്ചാരികളായി എത്തുന്നവരൊക്കെ പതിവായി ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ ഉണ്ടാക്കുന്നത് വലിയ തോതിൽ അപകട സാധ്യത വിളിച്ചു വരുത്തുകയും ഒപ്പം മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഭവ്യ, ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.